ഹലോ, ഒഡീഷയിലെ ദുബ്ലാഗഡി ബീച്ച് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ. നൈറ്റിലെ ഡി ജെയും പാർട്ടിയൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ ലേറ്റ് ആയെങ്കിലും ഞങ്ങൾ രാവിലത്തെ എഴുന്നേറ്റു. നേരം വെളുത്തത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഒരുപാട് വെളുത്തെന്ന്. ഞങ്ങൾ സൺറൈസ് കാണാൻ 5:30 ആയിട്ടുള്ള സമയം രാവിലെ പൈൻ ഫോറസ്റ്റിൽ കൂടെ നടന്ന് ബീച്ചിലെത്തിയപ്പോൾ തലേ ദിവസത്തെ പോലെയല്ല, വാട്ടർ ഭയങ്കര ക്ലിയർ ആയിരുന്നു. സൂര്യൻ ഉദിച്ച് വന്നായിരുന്നു കേട്ടോ. പക്ഷെ നന്നായി വെളിച്ചായിരുന്നു. ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്നു, ഒരു മോർണിംഗ് വാക്ക് സീഷോറിൽ കൂടെ. ഭയങ്കര രസമല്ലേ, തണുത്ത കാറ്റും ആ ഒരു അറ്റ്മോസ്ഫിയറും അതിൻ്റെ സൗണ്ട്, തിരമാലടിക്കുന്ന സൗണ്ട്, അതെല്ലാം കേട്ടിട്ട് കുറേ നടന്നു. ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. നമ്മൾ സ്വെറ്റർ ഇടാൻ മാത്രമുള്ള തണുപ്പൊന്നുമല്ല, ജസ്റ്റ് ഷോളൊക്കെ നമുക്ക് കയ്യിൽ കരുതാം ബീച്ചിൽ പോകുമ്പോൾ. ഈ ഒരു സമയത്താണ് നിങ്ങൾ ഒരു ബീച്ച് കാണാൻ ഉദ്ദേശിക്കുന്നത്, ദുബ്ലഗഡി വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുറേ ശംഖ്, എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആ റെഡ് ക്രാബ്സ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. തലേ ദിവസത്തെ വീഡിയോയിൽ അത് ശരിക്കും ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്കറിയാം. രാവിലെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോഴേക്കും അതെല്ലാം പോയിരുന്നു. പിന്നെ കുറേ ശംഖൊക്കെ കിട്ടിയതെടുത്ത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിയിലെ ഫോട്ടോഗ്രാഫർ കൊണ്ടുവന്നു. കുറേ ഫോട്ടോസൊക്കെ ഞാൻ അത് വെച്ച് എടുത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നല്ലൊരു തിര വന്നിട്ട് അത് മുഴുവൻ എടുത്തുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ കുറേ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസെല്ലാം എടുത്ത് ഞങ്ങളുടെ പ്രഹസനമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്ഥലത്ത് നമ്മൾ യാത്ര പോകുമ്പോഴും മെമ്മറീസാണ് ഫോട്ടോസും വീഡിയോസും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതൊക്കെ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഈ വീഡിയോ ഇടുന്നത് എനിക്ക് മെമ്മറിയാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ ഒരു ഗാലറിയിൽ സൂക്ഷിക്കുന്നതിനൊക്കെ നല്ലതാണ് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്കും കാണാം, കാണാൻ ഇഷ്ടമുള്ളവർക്കും കാണാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, അതായത് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണാം. കുറേ നേരം ബീച്ചിലൊക്കെ കളിച്ച് കുളിച്ച് ഞങ്ങൾ പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വെള്ളത്തിലിറങ്ങാൻ നേരത്തെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഫോൺ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി അടുത്ത സ്പോട്ടിൽ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ? ഞങ്ങൾ വണ്ടിയിൽ കയറി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ഇമാമി ജഗന്നാഥ ടെമ്പിൾ കാണാനാണ്. ഇത് ഒഡീഷയിലെ രണ്ടാമത്തെ പുരി എന്നാണ് അറിയപ്പെടുന്നത്, രണ്ടാമത് ജഗന്നാഥ ക്ഷേത്രം. പുരിയിലെ ജഗന്നാഥ ടെമ്പിൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പോയ ട്രിപ്പിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. അതിൽ ജഗന്നാഥപുരിയിലെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതും ആ പുരിയിലെ ജഗന്നാഥ ടെമ്പിളിൻ്റെ മോഡലിലാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ പ്രതിഷ്ഠ ജഗന്നാഥനുണ്ട്, പിന്നെ ലക്ഷ്മി ദേവി, ഹനുമാൻ, ഗണപതി അങ്ങനെയുള്ള പ്രതിഷ്ഠകളെല്ലാം ഉണ്ട്. ഒരുപാട് മണൽ ശില കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഉയർന്ന ഗോപുരവും അതിനു ചുറ്റും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വലിയ രഥത്തിൻ്റെ മുകളിൽ ക്ഷേത്രം നിൽക്കുന്നത് പോലെയാണ് ഇതിൻ്റെ നിർമ്മിതി. വലിയൊരു കോമ്പൗണ്ടിൽ പല പല ക്ഷേത്രങ്ങളായിട്ടാണ് ഇതുള്ളത്. ഒരുപാട് കൊത്തുപണികളും നമ്മുടെ ശില കൊണ്ടുള്ള രൂപങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം വരുന്നുണ്ട്. പുരി നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ പുരിയിൽ നിന്ന് കുറച്ച് ദൂരം, അതായത് ഒഡീഷയിലെ ബലേശ്വർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബലേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 7 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രമുള്ളത്. ഇതിനടുത്ത് തന്നെ വേറെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസെല്ലാം ഉണ്ട്. ബാലേശ്വറിന് അടുത്തുള്ള എയർപോർട്ട് ഭുവനേശ്വറാണ്. കൊൽക്കത്തയിൽ നിന്നും ഒരുപാട് പേര് ഈ ക്ഷേത്രം കാണാനായിട്ട് വരുന്നുണ്ട്. ഒഡീഷ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടിരിക്കേണ്ട കുറേ സ്ഥലങ്ങളായിരുന്നു ഞാൻ അന്ന് പറഞ്ഞ പോലെ ജഗന്നാഥപുരി ക്ഷേത്രം, കൊണാർക്ക് ടെമ്പിൾ, ഇമാമി ജഗന്നാഥ ടെമ്പിൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ബീച്ചുകൾ എല്ലാം ഒഡീഷയിൽ കാണാനുണ്ട്. ഒഡീഷ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രിപ്പ് പ്ലാൻ തയ്യാറാക്കിയിട്ട് തന്നെ പോകണം. ഒരു സ്ഥലവും മിസ്സാവരുത്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓരോരോ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ തന്നെയുണ്ട്. അതിൽ ഒരിക്കൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് ഈ മാമി ടെമ്പിൾ. ഇതിൽ കണ്ടില്ലേ, ആ രഥത്തിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രം പണിതിരിക്കുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്ര ബുദ്ധിമുട്ടായിരിക്കില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അത്രയും ഭംഗിയായിരുന്നു അതുണ്ടാക്കിയിരുന്നത് കാണാൻ. പിന്നെ അവിടെ തന്നെ സൈഡിലൊരു റൂം പോലെ വലിയൊരു ഹോളുണ്ടായിരുന്നു നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പാകത്തിന്. അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്സ് എല്ലാം ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ പെയിൻറ്റിങ്സ് എവിടെ പോയാലും എനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്കാവും. അതിങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കാൻ എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മനോഹരമായ പെയിൻറ്റിങ്സ് എവിടെ കണ്ടാലും ഞാൻ നോക്കി നിന്ന് പോകും. വലിയൊരു ഹോളാണ്, തിരക്കൊന്നുമില്ല. നമുക്ക് ഭയങ്കര ശാന്തമായിട്ട്
കുറേ നേരം ഇരിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഒരു റിസോർട്ടിലേക്കായിരുന്നു. ഇമാമി ടെമ്പിളിൽ നിന്ന് 23 കിലോമീറ്റർ മാറി ഒരു പഞ്ചലിംഗേശ്വര ക്ഷേത്രമുണ്ട്. അവിടെ അടുത്തുള്ള റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. പാന്തനിവാസ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിന് അടുത്തുള്ള റിസോർട്ട് തന്നെയാണിത്. ഞങ്ങൾ ആദ്യം ചെന്ന് റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത്. ഇതല്ലാട്ടോ ഞങ്ങളെടുത്ത റൂം. പക്ഷേ ഈ റൂം കാണാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേരുള്ളവരായതുകൊണ്ട് ഈ റൂം എടുക്കാൻ പറ്റില്ല, 2 ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെടുത്തത് റൂം ഇതായിരുന്നു. ഒരു റൂം നല്ല റൂമായിരുന്നു കേട്ടോ. ഒരുപാട് സ്പേഷ്യസ് ആയിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. AC റൂമായിരുന്നു. ചെന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഒരു ഈവനിങ്ങോടുകൂടിയാണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ പഞ്ചലിംഗേശ്വര ക്ഷേത്രം 6 മണി വരെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണമായിരുന്നു. ജസ്റ്റ് ഫ്രഷായിട്ട് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു ക്ഷേത്രത്തിനടുത്തേക്ക്. നമ്മൾ ട്രാവലറിൽ വന്നതുകൊണ്ട് ട്രാവലർ ക്ഷേത്രത്തിൻ്റെ അതുവരെ പോവില്ല. ചെറിയ വണ്ടികൾ, കാറൊക്കെ ആണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അതുവരെ പോവും. പക്ഷെ ഒരുപാട് കടകളുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി കൊണ്ടുപോകാൻ പാടാണ്. 2 വീലറൊക്കെ സുഖമായിട്ട് പോകും. ഞങ്ങൾ നടന്ന്, ഇത് സത്യം പറഞ്ഞാൽ ഒരു കയറ്റാണ്. നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും ഒരുത്തം ക്ഷീണിച്ചു. ഇത്രയും ദൂരം ട്രാവൽ ചെയ്തും കൂടിയല്ലേ പോയത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം. പക്ഷേ കവാടം കടന്ന് അകത്ത് ചെന്നപ്പോൾ എൻ്റെ കിളി പോയി സത്യം പറഞ്ഞാൽ. ഒരുപാട് മുകളിലാണ് ഈ ക്ഷേത്രം. കുഞ്ഞു കുഞ്ഞു അരുവികളും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇവിടെ ഒഡീഷയിലെ ദേവഗിരി മലനിരകളിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് പാറകളും അരുവികളും എല്ലാം ഉണ്ടായിരുന്നു. 300 പടികൾ കയറാനുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിത് വലിയൊരു ടാസ്ക്കായിരുന്നു. ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ പെയിനും വെച്ച് ഈ 300 പടികൾ കയറുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു സാഹസിക യാത്ര തന്നെയായിരുന്നു കേട്ടോ. റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് എല്ലാം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നടക്കുക, പിന്നെ റെസ്റ്റ് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു അരുവികളും പാറകളും ഭയങ്കര രസമായിരുന്നു. കാട്ടിലെ തണുത്ത കാറ്റ്, പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള നടത്തം. ക്ഷീണം ഉണ്ടായിരുന്നു, യാത്ര ചെയ്തതിൻ്റെ ക്ഷീണവും കാലുവേദനയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും കാര്യമാക്കില്ല. നമ്മൾ ഒരു പുതിയ സ്ഥലം കാണാൻ പോകുമ്പോൾ എന്താണ് അവിടുത്തെ പ്രത്യേകത എല്ലാം കണ്ടറിഞ്ഞ് വേണമെന്നല്ല നടക്കാൻ. അപ്പോൾ ഞങ്ങൾ നടന്നു കയറി. അവിടെ ഇതാണ് ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വലിയ ആംബിയൻസ് അങ്ങനെയുള്ളൊരിതൊന്നുമല്ല. ഒരു അരുവിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വർഷം മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അരുവിയിലാണ് ഈ 5 ശിവലിംഗ പ്രതിഷ്ഠയുള്ളത്. നമുക്ക് പ്രതിഷ്ഠ കാണാൻ പറ്റില്ല. ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയിലെ ആ വെള്ളം പുണ്യജലമായിട്ടാണ് കരുതുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റിയത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ അവസരം കിട്ടിയുള്ളത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹം തരുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ആ വെള്ളം തൊടുന്നതും അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ് വിശ്വാസം. മനുഷ്യന്മാർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ. എത്ര ആഗ്രഹങ്ങൾ നടന്നാലും വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഞാനും ചെന്നു പ്രാർത്ഥിച്ചു. നമ്മൾ വെള്ളം തൊട്ട് പ്രാർത്ഥിക്കുക. ഒരുപാട് അനുഗ്രഹം കിട്ടിയതായിട്ട് എനിക്ക് തോന്നി. പിന്നെ പാറയെടുക്കൽ ഒരു ക്ഷേത്രം പോലെ പൂജ ചെയ്യുന്ന ഗുഹാക്ഷേത്രം പോലൊരു ഇതുണ്ടായിരുന്നു. അവിടെ ഫുൾ ടൈം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അരുവി ഭയങ്കര രസമായിരുന്നു. ആ ഒരു ശബ്ദവും ആംബിയൻസും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും ഈവനിങ് ടൈമും നല്ലൊരു വൈബായിരുന്നു. അവിടെ നിന്ന് പിന്നെ പ്രസാദം വാങ്ങി കഴിച്ചു ഞങ്ങൾ. ഇത് പാല് കൊണ്ടുള്ള ഒരു മധുരമുള്ള ഒരു പ്രസാദമായിരുന്നു. അതൊക്കെ വാങ്ങി കഴിച്ച് അങ്ങോട്ട് കയറിയതിൻ്റെ ക്ഷീണം കുറേ നേരം അവിടെ ഇരുന്ന് തീർത്തു. സത്യം പറഞ്ഞാൽ ടയേർഡായിരുന്നു. 300 പടികൾ കയറുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു. എനിക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കയറി അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. തിരിച്ച് വരുമ്പോൾ ഒരുപാട് ഷോപ്പിങ്ങിലുള്ള സാധനങ്ങൾ, ഈ ഷോക്കേസ് ഐറ്റംസ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പോകുമ്പോൾ ഷോക്കേസ് ഐറ്റംസ് ഒരുപാട് വാങ്ങാറില്ല. നമുക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഷോപ്പിങ്ങിന് ഒരുപാട് പൈസ ചിലവാക്കുന്ന ഒരാളല്ല ഞാൻ. എന്നാലും ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. ഈ പ്രാവശ്യം പോയപ്പോൾ അങ്ങനെയൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുറച്ച് സ്വീറ്റ്സ് അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോന്നു. തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും രാത്രിയായി. അവിടുത്തെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ഐറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ ഈ പാറകൾ ഉള്ളൊരു സ്ഥലമാണല്ലോ, മലനിരകളിലാണല്ലോ. അപ്പോൾ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാടൊന്നും വാങ്ങിയില്ല. പിന്നെ അങ്ങ് തിരിച്ചു പോകുന്നപ്പോഴേക്കും നൈറ്റായി. നേരെ വന്ന് റിസോർട്ടിൽ വന്ന് ഞങ്ങൾ ഫ്രഷായി രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നല്ലോ. പിന്നെ ഇത്രയും നേരം നടന്നതിൻ്റെ ക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നു. റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി
ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ലൈറ്റൊക്കെ ആയിട്ട് റിസോർട്ട് ഫുള്ള് നല്ല അടിപൊളിയായിരുന്നു. അവർ ഊഞ്ഞാലും എല്ലാം ഉണ്ടായിരുന്നു. കുറേ നേരം പോയിരുന്നു ഊഞ്ഞാലൊക്കെ ആടി റെസ്റ്റ് ചെയ്ത്. പിന്നെ ഫുഡെല്ലാം അവർ അറേഞ്ച് ചെയ്തായിരുന്നു. ബാർബിക്യൂ, ഫുഡ്, പാട്ട് എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കിടന്നുറങ്ങി. നാളെ രാവിലെ എനിക്കൊരു സ്ഥലം കാണാൻ പോകാനുണ്ടായിരുന്നു. ആ സ്ഥലം കൂടി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് പോയ ദുബ്ലാഗഡി ബീച്ചും ഇമാമി ടെമ്പിളും പഞ്ചലിംഗേശ്വര ടെമ്പിളും എല്ലാം ഇഷ്ടമായെങ്കിൽ ഈ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.